ഇന്ന് എനിക്ക് നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ ഷേവക്കാണ്ട് ഞാൻ നേരത്തെ കടയിൽ നിന്ന് വിളിച്ചു ചോദിച്ചു ഫുഡായോ എന്ന്. ഫുഡായിട്ടില്ല, ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ കുറച്ച് കൂടി സമയം വെയിറ്റ് ചെയ്തു. ഷേവക്കാരെ കടയിലേക്ക് പോയിട്ട് ചൂടുള്ള ബിരിയാണി എൻ്റെ പൊന്നോ അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് മസാല അങ്ങനെ ഓവറായിട്ട് ഇഷ്ടമല്ലാത്തതുകൊണ്ട് കുറച്ച് മസാലയും ചോറും നല്ല ചിക്കൻ പീസും കച്ചമ്പറും. ആദ്യം ഒരു പീസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ടാമത് ചോദിച്ച് മേടിച്ചു. അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ അടുത്തിടെയായിട്ട് ഞാൻ കുറേ വട്ടമായി ഞാൻ ചോറ് സാധാ ചോറ് നിന്നുകൊണ്ട് തന്നെ ഇന്ന് ബിരിയാണി തിന്നണം എന്നൊരാഗ്രഹം. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഞാൻ തിരിച്ച് വരുമ്പോൾ എന്താ ആ വണ്ടിയില്ലേ, അന്നേ കണ്ട വണ്ടി ഇപ്പോഴും ഉണ്ട് റോഡിൽ എന്തോ കുഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഷോപ്പിലെത്തി കുറച്ച് എൻ്റെ ഗ്ലാമറെല്ലാം ആസ്വദിച്ചതിന് ശേഷം ഞാൻ കുറേ ഫാൻസി ഐറ്റംസ് ഇങ്ങനെ വീഡിയോ എടുത്തിട്ടാ. അപ്പോഴാണ് എനിക്ക് കാലിനിടുന്ന പാദസരം ഇല്ലേ, 40 രൂപ അങ്ങനെ ഉള്ളു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിന്. ഒരു കാലിനിടുമ്പോൾ നല്ല ഭംഗിയുണ്ട്, മറ്റേ കാലിനിട്ടിട്ട് എനിക്ക് ഒരു രസമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ എല്ലാതിൻ്റെയും. പിന്നെ മുക്കുത്തി ഇട്ടൊക്കെയാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു അണ്ണാച്ചി ലുക്കുള്ളതുകൊണ്ട് ഞാൻ അത് ഊരി. മുക്കുത്തി ഇട്ടരം കൂടിയുള്ളവർ പറഞ്ഞു രസമില്ലാന്ന്. പിന്നെ ഞാൻ അത് അവിടെ തന്നെ വെച്ചു. പിന്നെ ഞാൻ വൈകുന്നേരം ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് ഷേവക്കാൻ്റെ കടയിലേക്ക് വന്നിട്ട് കുക്കറിൻ്റെ വിസിൽ എടുക്കണേനു അവിടുന്ന്. അതിന് ശേഷം ഞാൻ മീൻ മേടിക്കാൻ പോയതാണ്. നല്ല പെടക്കുന്ന ഞണ്ട്, ഇത് അവരെന്നെ ഫ്രഷ് ആയിട്ടുള്ള ഞണ്ട് അവർ കൊന്ന് എന്നിട്ട് പീസാക്കി. അതിൻ്റെ ഇടയിൽ മോനെന്തോ ഫ്രൂട്ടി അങ്ങനെ മേടിച്ചിട്ട് ഞാനൊരു സ്പ്രൈറ്റും മേടിച്ച്. പിന്നെ ഇതായത് നമ്മുടെ ഇക്കാക്കാൻ്റെ ബേക്കറിയാണ്. ഞാനവിടെ നിന്നുകൊണ്ടിരിക്കുമ്പോണ്ടല്ലോ ആരോ ഫ്രഷ് മീൻ മേടിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇത് നമ്മളെ ഈ അടുത്തിടെ ഇവിടെ തുടങ്ങിയ മീൻകടയാണ് കേട്ടോ. നമ്മുടെ ശ്രീകണ്ഠേര CH ചേകറിൽ പയ്യാവൂർ റോഡിൽ അതിൻ്റെ തൊട്ടുമുട്ടിയിട്ട് ഫ്രൂട്ട്സും ബേക്കറി അടങ്ങുന്ന ഒരു കടയും കൂടി ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവരല്ല നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടേ. പിന്നെ എനിക്ക് കുറച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയും വേണമായിരുന്നു. അപ്പോൾ മുളക് പൊടീൻ്റെ അടുത്ത് കുരുമുളക് പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി അപ്പുറത്തുള്ള ഷോപ്പിൽ പോയിട്ട് കുരുമുളക് പൊടിയും മേടിച്ചു. അടക്കണ്ട കുറച്ച് അച്ചാറും മേടിച്ചു. അങ്ങനെ ഞാൻ പുരയിൽ പോയി ഞണ്ട് കറി വെച്ചു. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്.